നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സൈബർ ഇടങ്ങളിലും കുറ്റകൃത്യം തടയാനുള്ള പദ്ധതികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കുറ്റകൃത്യം തടയുന്നതിനായി സൈബർ കമാൻഡോസ് പദ്ധതി ഒരുങ്ങുന്നതായി അമിത് ഷാ അറിയിച്ചു. ഡാറ്റ രജിസ്ട്രിയും സൈബർ കുറ്റകൃത്യങ്ങളും പങ്കുവെക്കുന്നതിനുള്ള വെബ് പോർട്ടലും സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സജീവമായ ഇടപെടൽ നടത്തിയതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള പോലീസിന് സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ്, സൈബർ ഓപ്പറേഷൻ വിഭാഗം SP ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട്, കേരളം എന്നീ 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനാണ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ തുടങ്ങിയവരും വിശിഷ്ട അതിഥികളാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ തനിക്ക് കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംവാദ പരിപാടിയിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. അദ്ദേഹം ചെയ്യുന്നതിനോട് തനിക്ക് സഹാനുഭൂതിയും അനുകമ്പയുമാണുള്ളതെന്നും പറഞ്ഞ രാഹുൽ, ദൈവത്തോട് നേരിട്ട് താൻ സംവദിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹം അത് തകർന്നുവെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിൻ്റെ ആദ്യ സിറ്റിംഗിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതെന്നും അതിനുശേഷമേ മുദ്രവെച്ച കവറിലുള്ള പൂർണ്ണ റിപ്പോർട്ട് തങ്ങൾ തുറക്കൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. തുടർ നടപടി എടുത്തോയെന്ന് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് സർക്കാരിനുള്ള നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടുവെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ AK ബാലൻ പറഞ്ഞു. ഈ വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച സ്പീക്കർ AN ഷംസീറിനെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഷംസീർ അങ്ങനെ പറയരുതായിരുന്നെന്നും സ്പീക്കറുടെ RSS പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അത് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമെന്നും ഗാന്ധിവധത്തിൽ പങ്കുള്ളവരാണ് RSS എന്നും അക്കാര്യം മറക്കരുതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. KSRTCക്ക് 74.20 ലക്ഷം കോടി രൂപ അനുവദിച്ച് സർക്കാർ. പെൻഷൻ വിതരണത്തിൻ്റെ വായ്പാ തിരിച്ചടവിനാണ് സഹായമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും എടുത്ത വായ്പകളുടെ തിരിച്ചടവിനാണ് പണം അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 6044 കോടി രൂപയാണ് ഇതുവരെ KSRTCക്കായി അനുവദിച്ചത്. സംസ്ഥാനത്ത് RSSുമായി ബന്ധം കോൺഗ്രസിനെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMന് RSSനെ പ്രീണിപ്പിക്കേണ്ട കാലഘട്ടം ഉണ്ടായിട്ടില്ല. ADGPയും RSSും നേതാക്കളുമായി നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും CPM നിർമ്മിച്ച 11 വീടുകളുടെ താക്കോൽദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പ്രസംഗത്തിൽ എവിടെയും ADGP RSS കൂടിക്കാഴ്ച എന്തിനായിരുന്നുവെന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. പിണറായി വിജയന് അഭിമാനമില്ലെന്നും പിണറായി ജീവിക്കുന്നത് BJPയുടെ സഹായത്തിലാണെന്നും ഇല്ലെങ്കിൽ എന്നേ ജയിലിൽ പോകുമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിന് RSS ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സുധാകരൻ. സ്വന്തം പോരായ്മ മറച്ചുവെക്കാൻ വായിൽ തോന്നിയത് പറയരുതെന്നും ഒരു കോൺഗ്രസുകാരനും ഗോൾവാക്കറുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ലെന്നും CPM RSS
RSSന് വിധേയരാണെന്നും സുധാകരൻ വിമർശിച്ചു. എല്ലാ തരത്തിലും BJPയുടെ വിധേയനായി പിണറായി വിജയൻ മാറിയെന്നും കുടുംബത്തെ രക്ഷിക്കാനും ഭാര്യയ്ക്കും മക്കൾക്കും പണമുണ്ടാക്കാനും ഭരണത്തെ ദുരുപയോഗം ചെയ്തെന്നും KPCC പ്രസിഡന്റ് ആരോപിച്ചു. സംസ്ഥാനത്തെ പോലീസിൽ വീണ്ടും മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. PV അൻവർ ആരോപണമുന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ മാറ്റിയതുൾപ്പെടെ സംസ്ഥാന പോലീസിൽ അഴിച്ചുപണി നടത്തി. വിജിലൻസ് എറണാകുളം റേഞ്ച് SP ആയിട്ടാണ് ശശിധരനെ മാറ്റിയത്. AIGR വിശ്വനാഥനെ മലപ്പുറം SP ആയി നിയമിച്ചു. മലപ്പുറത്തെ 8 DYSPമാരെയും മാറ്റിയിരുന്നു. കൂടാതെ CH നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായും കൊച്ചി കമ്മീഷണറായ ശ്യാം സുന്ദറിനെ ദക്ഷിണ മേഖല IG ആയും നിയമിച്ചു. അക്ബർ ക്രൈംബ്രാഞ്ച് IG ആയി തുടരും. അതേസമയം PV അൻവർ MLA ആരോപണം ഉന്നയിക്കുന്ന ADGP അജിത് കുമാറിന് മാത്രം മാറ്റമില്ല. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് S ശശിധരനെ മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി KT ജലീൽ. മലപ്പുറം SP മാറ്റി, 2ാം വിക്കറ്റും വീണു എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മലപ്പുറം SP-യുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിൻ്റെ മണമുണ്ടെന്നും കണ്ണീരിൻ്റെ നനവുണ്ടെന്നും വംശവെറിയുടെ വിഷമുണ്ടെന്നും പറയുന്നുണ്ട്. ഏറ്റവും അധികം കേസുള്ള ജില്ല എന്ന അപഖ്യാതി മലപ്പുറത്തിന് നൽകിയ സുജിത് ദാസിൻ്റെ ഗതി എന്തായി എന്ന് ചോദിക്കുന്ന ജലീൽ, ഇനി തെറിക്കാനുള്ള വൻ സ്രാവിൻ്റെ കുറ്റിയാണെന്നും വൈകാതെ അതും തെറിക്കുമെന്നും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണെന്നും പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വീണ്ടും നിലമ്പൂർ MLA PV അൻവർ. സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തതുകൊണ്ടാണെന്നും കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കും നീതി ലഭ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പരാജയമായിരുന്നെന്നും പാർട്ടിക്ക് അതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കെതിരെ സംവിധായകൻ വിനയൻ താരസംഘടനയായ അമ്മയെ സൂപ്പർ താരങ്ങൾ നശിപ്പിച്ചുവെന്നും ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണെന്നും മലയാള സിനിമയുടെ മുഖത്ത് കരിയോയിലൊഴിച്ചതുപോലെയുണ്ടെന്നും വിനയൻ പറഞ്ഞു. സിനിമാ മേഖലയിലെ പല പ്രമുഖരും കാരണം 12 വർഷം താൻ വേദന അനുഭവിച്ചെന്നും തോപ്പിൽ ബാസി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിനയൻ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.